ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സീമയുടെ വീട് എന്ന കഥയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് സീമയുടെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സമയം അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2:30 അടുത്തിരുന്നു. പ്ലംബറായ ഷാജി ചേട്ടൻ അകത്തിരുന്നു കൊണ്ട് എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും ആള് എന്നെ എവിടേക്കൊന്ന് വിളിച്ചു. കുഞ്ഞെ, ഒന്ന് ഇങ്ങോട്ട് വരുമോ, ഇതൊന്ന് സഹായിച്ചു തന്നെ എന്ന് മാത്രമായിരുന്നു ഷാജി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ബാത്റൂമിന്റെ വാതിലിന്റെ അരികിൽ തന്നെ നിന്നോട് ചോദിച്ചു, എന്ത് ഹെൽപ്പാ ചേട്ടാ വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് തന്നെ ഷാജി ചേട്ടൻ മറുപടി തന്നു, ഇത് നന്നായിട്ടൊന്ന് പിടിച്ചാൽ മാത്രം മതി, ഞാനിത് മുറുക്കി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞൂരിപ്പോരും എന്ന് മാത്രമായിരുന്നു ഷാജി ചേട്ടൻ ആ സമയത്ത് പറഞ്ഞത്. ആ പറഞ്ഞത് കേട്ടോണ്ട് ഞാൻ അവിടേക്ക് നടന്നു. ആ ഒരു ബാത്റൂമിലാണെങ്കിൽ തെറ്റലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനൊന്ന് തെന്നിയ സമയത്ത് തന്നെ ഷാജി ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അതെ കുഞ്ഞെ, തെന്നരുത് കേട്ടോ, വെള്ളം കിടപ്പുണ്ട്. ആ അറിയാൻ ചേട്ടാ, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു അവിടെ എല്ലാം വെള്ളം കിടക്കുന്നത്. ഞാൻ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ അവിടേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷാജി ചേട്ടൻ 2 കൈകൾ ഉയർത്തി എനിക്ക് ആ ഒരു നിമിഷം വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒരു താങ്ങായി നിൽക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഷാജി ചേട്ടന്റെ അടുക്കളയിലേക്ക് ചെന്നിരിക്കുന്ന സമയത്തും ഞാൻ വിചാരിച്ചു, ഇതെന്റെ പുതിയ നൈറ്റിയാണ്, അതും നിമേഷം വാങ്ങിച്ചെന്ന നൈറ്റി. അതാണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് ഈ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ്. ഇനി വല്ല വെള്ളവും വല്ലതും തെറിച്ച് വീണ് ഈ നൈറ്റി മുഴുവൻ നശിച്ചു പോവോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ കുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ ചെരുപ്പിടാത്തത് കൊണ്ട് തന്നെ ഒന്ന് തെന്നിപ്പോയി. ആ സമയത്ത് തന്നെ ഷാജി ചേട്ടൻ ഒരു കരുതലോടെ തന്നെ ഒന്ന് പിടിച്ചു നിർത്തി. പെട്ടെന്ന് വീഴല്ലേ എന്ന് മാത്രം പറഞ്ഞു. ആ നിമിഷം എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ പോലെ. ഞാൻ എണീറ്റ് നിന്നു. ഞാൻ എന്താണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് ഷാജി ചേട്ടനോട് ചോദിച്ചു. ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി എന്ന് ഷാജി ചേട്ടൻ പറയുന്ന സമയത്ത് ഞാൻ അവിടേക്ക് നോക്കി. അത് ജസ്റ്റ് പിടിച്ചു കൊടുക്കാൻ മാത്രമായിരുന്നു. പെട്ടെന്നായിരുന്നു ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഷാജി ചേട്ടൻ എന്ത് കരുതലോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്കിടയിൽ ഇത്രയും കരുതലോടെ ഓരോ വർക്കും അത്രയും ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് ഷാജി ചേട്ടനല്ലാതെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിരുന്നു പോയി. കാരണം എത്രത്തോളം ഓരോ ആത്മാർത്ഥതയും അത് പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നെനിക്ക് തോന്നിപ്പോയി. ഞാനും ആ നിമിഷം ഷാജി ചേട്ടനെ എന്ന പോലെ ആ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഏകാഗ്രമായിട്ട് അത് നോക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഒരു പമ്പ് പൊട്ടി വെള്ളം മുഴുവൻ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ നൈറ്റിയിലേക്കും ദേഹത്തിലേക്കും തെറിച്ചു വീണത്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഏതൊരാളെ പോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം തോന്നിയായിരുന്നു. അത് ആദ്യം ഷാജി ചേട്ടനോട് തന്നെ. കാരണം നിമേഷ് വാങ്ങിച്ചെന്ന ആ ഒരു നൈറ്റി ആയിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊതി പോലും തീർന്നില്ല. ആദ്യമായി വെള്ളം തെറിച്ചു വീണത് അത് പഴംവെള്ളമായിരുന്നു. കാരണം വളരെ കെമിക്കലായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു നൈറ്റി നശിച്ചു പോകുമോ, ആ ഒരു വെള്ളത്തിന്റെ പാടും മറ്റുമൊക്കെ എൻ്റെ നൈറ്റിൽ പറ്റിയിട്ടുണ്ട്. എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ അത് കണ്ട സമയത്ത് ഷാജി ചേട്ടൻ എന്നോട് ചോദിച്ചു, അയ്യോ കുഞ്ഞെ, വെള്ളം തെറിച്ചു വീണല്ലോ, ഇനി എന്ത് ചെയ്യും? എനിക്ക് ആ നിമിഷം നല്ല ദേഷ്യം തോന്നി. പക്ഷേ ഷാജി ചേട്ടൻ ഒരു പാവമാണ്, ഞാൻ വെറുതെ അയാളെ എന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ കഴുകിയെടുത്തോളാം. പിന്നെ പുതിയ നൈറ്റി ആയിരുന്നു, ചേട്ടൻ പറഞ്ഞോണ്ടാ ഞാനിവിടെ വന്നിരുന്നതൊക്കെ. അയ്യോ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാം, ഡ്രസ്സോ കാര്യങ്ങളോ, കൊച്ചിന് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചു തരാം. ഇതിപ്പോ ഞാൻ കാണുവാണല്ലോ ഇങ്ങനെയൊക്കെ പറ്റിയത്. പെട്ടെന്ന് ഷാജി ചേട്ടന്റെ ആ നിഷ്കളങ്കമായ സ്വഭാവം കണ്ടിട്ട് ഞാൻ തന്നെ പറഞ്ഞു, അത് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ എന്തെങ്കിലും അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മറാവുന്നതേ ഉള്ളൂ, അല്ലാതെ നമ്മളെന്തിനാ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മാത്രം ഷാജി ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ പിന്നീടാണ് അറിഞ്ഞത്, ഞാൻ ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അത് പൊട്ടിത്തെറിച്ച് വീണത്. ഞാൻ ശ്രദ്ധയോടെ പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയോടെ പിടിക്കാൻ തുടങ്ങി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് പണ്ടെപ്പോഴോ പഠിച്ചിട്ടുള്ള ആ ഒരു അറിവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പണ്ട് കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിലും വീട്ടിലെ പൈപ്പ് കൂട്ടി കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ടത്തെ ഓരോ അറിവുകളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുത്തിയിരുന്നുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഷാജി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ടോട്ടെ,
പെട്ടെന്ന് തന്നെ ഷായിച്ചേട്ടൻ പറഞ്ഞു, അയ്യോ കുഞ്ഞെ, ഇതെന്തൊക്കെയാലും കഴിഞ്ഞിട്ട് പോ. എന്തൊക്കെയാലും വെള്ളം തെറിച്ചു വീണു. ഇനി ഒരെണ്ണം കൂടെ വേണമെന്നത് ആവശ്യമില്ലല്ലോ, അതിനുശേഷം മാറിയ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഷാജി ചേട്ടൻ ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ഒരു ചമ്മലോട് കൂടി തന്നെ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ഷാജി ചേട്ടൻ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ഭർത്താവൊക്കെ വിളിക്കാറുണ്ടോ കുഞ്ഞെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അതെ വിളിക്കാറുണ്ട്. ഇപ്പൊ ഒന്നും കോള് കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ആ സമയത്ത് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അത് എപ്പോഴും ഒന്നുമില്ല ചേട്ടാ, ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം. അതെന്താ അങ്ങനെ? ആ നിമിഷം തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അതൊക്കെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓരോ അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് മാത്രം ഞാൻ വിടറിയൊരു ശബ്ദത്തോടെ പറഞ്ഞു. അപ്പോൾ തന്നെ ഷായിച്ചേട്ടൻ വീണ്ടും ഫോക്കസ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കാൻ തുടങ്ങി. ആ നിമിഷം തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ടിലല്ലായിരുന്നു സംസാരിക്കാനുമൊക്കെ. ഷായിച്ചേട്ടൻ പെട്ടെന്ന് എന്നോടായിട്ട് ചോദിച്ചു, ഇപ്പോൾ കുറേ നാളായില്ലേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്, ഒരു കുട്ടികളും കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവുക? ഇത് ഇങ്ങനെ തന്നെ വേണോ എന്ന് മാത്രം ഷായിച്ചേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ചേട്ടാ. ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം വരവും കാര്യങ്ങളൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം, അല്ലാതെ ഇവിടെ ചില സമയത്ത് അമ്മയായിട്ട് തന്നെയാണ് കമ്പനി. എൻ്റെ അടുത്ത് അധികം കമ്പനിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാറുമില്ല. അത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞ മറുപടി. പെട്ടെന്ന് തന്നെ ഒരു അതിശയം എന്ന പോലെ ഷായിച്ചേട്ടൻ എന്നെ നോക്കി. നിങ്ങൾ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടോ ലൈഫിൽ? ഞങ്ങൾ കുറച്ച് പഴഞ്ഞ ആൾക്കാരാ, എന്നാലും വേണ്ടിയില്ല, ഞങ്ങളുടെ ലൈഫ് തന്നെയാണെന്ന് തോന്നുന്നു നല്ലത്. നിങ്ങളിങ്ങനെ മിണ്ടാതെയും ഇണങ്ങാതെയൊക്കെ എന്ത് ലൈഫാണിത് എന്നൊക്കെ ഷാജിച്ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ ആ നിമിഷം അങ്ങനെയായിരുന്നു. പെട്ടെന്ന് ഷാജിച്ചേട്ടൻ എന്നെ നോക്കിയിട്ടൊന്നും പറഞ്ഞു, ഇവൻ എന്തൊരു പൊട്ടനാണ്, കൊച്ചാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു സുന്ദരിക്കുട്ടി, ഇതിനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയുള്ള നടപടിയാണോ? അവന് ചില സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും മോളെ. മോൾ അതൊന്നും കാര്യമാക്കണ്ട, മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോക്കോ എന്ന് തന്നെ പറഞ്ഞു. ആ നിമിഷം ഞാൻ ഷായിച്ചേട്ടൻ്റെ ഒപ്പം തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഷായിച്ചേട്ടൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ഞാനൊരു ദിവസം ഇതുവഴി പോയ സമയത്ത് നിങ്ങളുടെ അമ്മായിമ്മയുടെയും മരുമകളുടെയും ഒരു നല്ല സ്റ്റണ്ട് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ആ സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചു, നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെയെന്ന്. രണ്ടുപേർക്കിടയിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മോൾക്ക് എന്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അത് കളയാൻ നിൽക്കണ്ട. ഇത് ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നതൊക്കെയാണ് എന്ന് മാത്രം ഷായിച്ചേട്ടൻ എനിക്കൊരു ഉപദേശം എന്ന പോലെ തന്നു. ആ നിമിഷം ഞാൻ ഒന്നും മിണ്ടാതങ്ങനെ നിന്നു. അങ്ങനെ അത്രയും നേരം വാതോരാതെ സംസാരിച്ചതിന് ഷാജിച്ചേട്ടൻ ഒരു നിമിഷം നിർത്തി. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ മൗനത്തിലായിരുന്നു ഇരുന്നത്. പെട്ടെന്ന് ഷാജിച്ചേട്ടൻ ആ ഒരു ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിങ്ങനെ മുറുക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആ ഒരു നിമിഷം ഞാനും അതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ ആ ടൈമിൽ ഞാൻ ഷാജിച്ചേട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഷാജിച്ചേട്ടൻ ആ ഒരു അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷാജിച്ചേട്ടൻ്റെ അടുത്തായിട്ട് ചോദിച്ചു, ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ സഹായിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്ന പോലെ ഷാജിച്ചേട്ടൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എന്താ മോളെ, എന്താ ഞാൻ സഹായിച്ചു തരേണ്ടത്? അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഞാനും ഒരു ക്യൂരിയോസിറ്റി ആയി. ഞാൻ പറഞ്ഞു, കൂടുതലൊന്നുമില്ല ചേട്ടാ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്ന് സാധിച്ചു തന്നാൽ മതി എന്ന് മാത്രമായിരുന്നു ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞത്. എന്തായാലും മോള് പറഞ്ഞോളൂ, മോള് പറയുന്ന കാര്യം ഞാൻ സഹായിച്ചു തരും. മറ്റൊന്നല്ല, എനിക്കൊരു കരിക്ക് കുടിക്കാൻ ചാൻസ് ഉണ്ടോ? അതായത് എനിക്ക് കരിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് തെങ്ങിലൊക്കെ കയറുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേട്ടന് നല്ല ശരീരപ്രകൃതമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. മീൻസ് ആ ഒരു ജിമ്മിൽ പോയ ആ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ ലീല ചേച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ചേട്ടൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ. ആ ടൈമിൽ ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ എന്ന് മാത്രം ഞാൻ പറയുമ്പോൾ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, ആ അതിനെന്താ, ഞാൻ ഇട്ടുതരാമല്ലോ, അതിന് വേറെ ഒന്നും വേണ്ട മോളെ എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് വീണ്ടും എനിക്കൊരു കാര്യം ഒരു തിടുക്കം പോലെ. ഞാൻ പെട്ടെന്ന് ഒരു ചമ്മൽ എന്ന പോലെ ഷായി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ മറ്റൊന്നുമല്ല, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ചേട്ടൻ്റെ ആ ഒരു വാട്സാപ്പ് ടൈപ്പിങ് കാര്യങ്ങളല്ലേ, അതിൻ്റെ വേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷായി ചേട്ടൻ വീണ്ടും ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് ആ ഒരു അരയിൽ കുത്തിവെച്ചിരുന്ന ഫോട്ടോ ആ ഒരു പുറത്തേക്ക് എടുത്തു.
അപ്പോൾ തന്നെ ആ ഒരു ഫോണിൽ ചെറുതായിട്ട് വെള്ളം വീണിരുന്നു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഷായിച്ചേട്ടൻ്റെ കൈയും കാര്യങ്ങളൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് എന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു. ഞാനൊരു നിമിഷം അതിശയപ്പെട്ടു നിന്ന് പോയി. ചേട്ടൻ ഈ ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കും കേട്ടോ എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അതിശയിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണ കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂക്കുമുട്ട തിന്നും, പക്ഷേ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ചേട്ടൻ ഇങ്ങനെ പോകുന്നതോടൊക്കെ തന്നെ നല്ല രസമുണ്ട് കാണാൻ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഷായി ചേട്ടൻ എന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞു, കൊച്ചും അടിപൊളിയൊക്കെ തന്നെയാണ്, പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഡെയിലി വ്യായാമം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം, എങ്കിലേ ഇത് കണക്ക് ആവത്തുള്ളൂ എന്ന് മാത്രം പറഞ്ഞു. ഞാനും ചേട്ടനും ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ ശ്രദ്ധ തട്ടിപ്പോയി. പെട്ടെന്ന് വെള്ളം തെറിച്ച് ദേഹത്തേക്ക് വീണു. ആ സമയത്ത് നേരത്തെ പോലെ ആയിരുന്നില്ല. ഈ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്കത് സ്ഥിരമായി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം സ്ഥിരമായി കേട്ടോ, ആ ചേട്ടന് മനസ്സിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഷായി ചേട്ടൻ തന്നെ പറഞ്ഞു, ആ എനിക്കത് മനസ്സിലായി, നേരത്തെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം വീണ സമയത്ത് തന്നെ എന്തൊക്കെയോ കോപ്രായങ്ങളും കാണികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ടുണ്ട്, ഇപ്പം എല്ലാം ഒരു ഫേസ് ചെയ്യാൻ റെഡി ആയതാണൊരവസ്ഥ എന്ന് തന്നെ ഷായി ചേട്ടനും പറഞ്ഞു. പെട്ടെന്നായിരുന്നു പുറത്ത് ഒരു ചെറിയ ശബ്ദം കേട്ടത്, ഫാനിട്ട പോലെ ഒരൊച്ച. അത് എന്താണെന്ന് ഇങ്ങനെ അറിയുന്നത് ഞാൻ ഇങ്ങനെ ശ്രമിച്ചു നോക്കിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, മറ്റൊന്നും ആയിരുന്നില്ല, മഴയായിരുന്നു അത്. മഴ പെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ മഴ പെയ്യുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം പോയ എൻ്റെ കുഞ്ഞെ എന്ന് ഷായി ചേട്ടൻ പറഞ്ഞു. ഷായി ചേട്ടൻ പെട്ടെന്ന് തന്നെ ആ ഒരു ടൈമില് ആ ഒരു കുരുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുറുക്കി വെച്ചതിന് ശേഷം എഴുന്നേറ്റു. അപ്പോൾ തന്നെ ഞാനും കൂടെ എഴുന്നേറ്റു. അതെ, നമുക്കത് നോക്കിയിട്ട് വന്നാലോ എന്ന് പറഞ്ഞ് ഷായി ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ കുഞ്ഞെ, ഇതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. ശേഷം ഷായി ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈപ്പ് തുറന്ന് എന്നെ ഒന്ന് കാണിച്ചു. അതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ കാണിച്ച സമയത്ത് മുറി മൊത്തം നല്ല ഇരുട്ടടച്ച് തുടങ്ങിയിരുന്നു. എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇരുട്ടടച്ച് തന്നെ. ഇപ്പോൾ മഴയും പെയ്ത് കാർമേഘങ്ങളോടായി കഴിഞ്ഞ സമയത്ത് പുറത്തുനിന്നുള്ള വെളിച്ചമെല്ലാം നിന്നു. ലൈറ്റ് ഇടേണ്ട ഒരവസ്ഥയായിരുന്നു. ഞാൻ നേരെ പോയി ലൈറ്റ് ഇടാൻ നോക്കി, കറണ്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ ഷായി ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കറണ്ടൊന്നുമില്ല ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല വെള്ളം കോരി ഒഴിക്കുന്ന കണക്ക് മഴ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു, പടപടാന്നും പറഞ്ഞിട്ട്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനും ഷായി ചേട്ടൻ കൂടെ അതിങ്ങനെ നോക്കി. അയ്യോ ചേട്ടൻ മഴയാണല്ലോ, ചേട്ടൻ എങ്ങനെ ഇനി തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഞാനെങ്ങനെയെങ്കിലും പൊക്കോളാം കുഞ്ഞെ എന്ന് മാത്രം ഷായി ചേട്ടൻ മറുപടി പറഞ്ഞു. അയ്യോ കൊടയും കാര്യങ്ങളൊന്നുമില്ല ചേട്ടാ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അമ്മായിമ്മ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു, ഇനി ചേട്ടനെ തന്നുവിടാനായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ നിമിഷം ഷായി ചേട്ടൻ പറഞ്ഞു, ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മഴയൊന്നും തോരട്ടെ, അത് കഴിഞ്ഞ ശേഷം ആവാം എന്തും എന്ന് പറഞ്ഞ് ഷായി ചേട്ടൻ നിന്നു. ഞാൻ ആ സമയമാണെന്നുണ്ടെങ്കിൽ ഷായി ചേട്ടൻ പോയിട്ട് ഡ്രസ്സെല്ലാം ഒന്ന് മാറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു എനിക്ക് എന്തോ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന കണക്കുള്ള തോന്നലൊക്കെ, കാരണം അത്രയും നേരം ജോലി ചെയ്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു കിഴക്ക് വശത്ത് തന്നെ. ആ സമയത്ത് ഷായി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെന്താ ഒരു പരിഭ്രാന്തി പോലെ ഇങ്ങനെ നിൽക്കുന്നേ? ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഒന്നുമില്ല ചേട്ടാ, ഞാനിങ്ങനെ മഴ നോക്കി നിൽക്കുകയായിരുന്നു. ആ എന്നെങ്കിൽ പിന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷായി ചേട്ടൻ ആ ഒരു കസേരയിലേക്ക് മാറിയിരുന്നു. അത് അമ്മായിയമ്മയുടെ ചാരു കസേരയായിരുന്നു. ഞാൻ എന്നെങ്കിൽ ഒന്ന് അകത്ത് കയറിയിട്ട് വരാം ഷായി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മുറിയിൽ കയറിയ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നോക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ഒരു ടൈമില് ഞാൻ മഴ പെയ്യുന്ന ആ ജനലിൽ കൂടി ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്ന സമയത്ത് ഞാൻ ആ ഒരു കഥക്ക് ജസ്റ്റ് ഒന്ന് ചാരിയത് മാത്രമായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി റെഡിയാവാം എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ആ നിമിഷം കഥകില്ലാരോ മുട്ടുന്നത് പോലെ. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുകയായിരുന്നു. പെട്ടെന്ന് കഥക് തുറന്നതും അത് ഷായി ചേട്ടനായിരുന്നു. കുഞ്ഞെ ഞാനെന്നൊക്കെ ഇറങ്ങാ, മഴയൊരു തുള്ളി മുറിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാലും ഇനി കൊടയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ പോകാൻ പോവുക
എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഷായിച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം അവിടെ ഇരിക്കുക, മഴ മുഴുവൻ മാറിയിട്ട് പോയാൽ മതി, ഞാൻ എന്തെങ്കിലും കാപ്പിയൊക്കെ ചായോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തരാം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഷായിച്ചേട്ടൻ ഒരു നല്ല കുട്ടിയെപ്പോലെ അവിടെ പോയിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഞാൻ നൈറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് റെഡിയാവാം എന്ന് വിചാരിച്ചത്. അപ്പോൾ തന്നെ ഞാൻ മുറിയിലെ ആ ഒരു കതകിൻ്റെ ഡോറ് നന്നായിട്ട് കുറ്റിയിട്ടു. ആ സമയം ഞാൻ അകത്തേക്ക് കയറിയതിനു ശേഷം എനിക്ക് ഒന്ന് കുളിക്കണമെന്ന് തോന്നി. മറ്റൊന്നുമായിരുന്നില്ല, മണ്ണും ചെളിയും പൊടിയൊക്കെ അപ്പാടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും അതുകൂടെ കഴിഞ്ഞിട്ടിറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ദിവസം നല്ല ദേഷ്യം തോന്നിയിരുന്നു. ഞാനൊന്ന് ആസ്വദിക്കാൻ എടുത്ത ഒരു ദിവസമായിരുന്നു. അപ്പം തന്നെ ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചു. ആകെപ്പാടെ കിട്ടിയ ഒരു ഓഫ് ഡേ ആയിരുന്നല്ലോ, അതിങ്ങനെയും പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ആ ഒരു കുളിമുറിയിലേക്ക് കയറി കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പാസ്സാക്കി. ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അലമാരിൽ വെച്ചിരുന്ന ഒരു നാടൻ ലൈറ്റ്, അപ്പോൾ തന്നെ നിമേഷ് വാങ്ങിച്ചുകൊണ്ടുവന്ന ആ ഒരു മോഡേൺ ലൈറ്റ് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിരുന്നു. അത് ഒന്ന് കഴുകാനുള്ളതാണ്, ഇനി വാഷിംഗ് മെഷീനിലിട്ട് വേണം ഒന്ന് കഴുകാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു നാടൻ ലൈറ്റ് എടുത്തിട്ടു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ നാടൻ്റെ ഒരു കുളിർമ എനിക്ക് ശരീരത്ത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ അതും ഇട്ടുകൊണ്ട് ആ പുറത്ത് പെയ്യുന്ന ആ മഴയൊന്ന് നോക്കി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു കൊതി പോലെ തോന്നി, പുറത്തേക്കിറങ്ങി ഒന്ന് ചാടാനും പിന്നെ ആ ഒരു മഴയൊന്ന് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു നിമിഷം അതൊന്നും നടക്കത്തില്ല, പുറത്തേക്ക് ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കഥക് തുറന്ന് പുറത്തേക്കിറങ്ങി. ആ സമയത്തും ഷായി ചേട്ടൻ ആ ഒരു മൂലയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് കയറി ചായ ഇടാനായിട്ട് ആരംഭിച്ചു. എൻ്റെ പാത്രത്തിൻ്റെ ഒച്ച കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല, ഷായി ചേട്ടൻ പെട്ടെന്ന് പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു മുറിയുടെ ആ ഒരു കതകിൻ്റെ അടുത്ത് തന്നെ ഷായി ചേട്ടൻ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എന്തെടുക്കുക കുഞ്ഞെ എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നു കയറിയത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഷായി ചേട്ടാ ഞാൻ കാപ്പിയിടാണ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഷായി ചേട്ടൻ അവിടേക്ക് നടന്നു. കുറച്ച് സമയം ഒന്ന് കറങ്ങിയതിന് ശേഷം ഷായി ചേട്ടൻ പിന്നെയും വന്നു കഴിഞ്ഞിട്ട് അടുപ്പിൽ തീ കായെന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, മോളെ എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്, ഞാനിവിടെ ഒന്ന് കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഷായി ചേട്ടൻ കയറി ഇരുന്നോളൂ, ഇവിടെ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു നിമിഷം ആ ഒരു ഒതുക്കിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു പാത്രങ്ങളെല്ലാം. അപ്പോൾ തന്നെ ഷായി ചേട്ടൻ അവിടെ കയറിയിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ എനിക്കും ഈ ഒരു അവസ്ഥ വരാറുണ്ട്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തോന്നുവേ. അപ്പോൾ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിക്കാലം മുതലേ ശീലിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷായി ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷമാണെന്നുകൊണ്ട് ഷായി ചേട്ടൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഓ, നടു കഴിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ എങ്ങനെ ഇരിക്കും മനുഷ്യന്മാര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷായി ചേട്ടൻ എണീക്കുന്നത്. ഞാൻ ഒരു പുഞ്ചിരിയോടെ ഒന്ന് ചിരിച്ചു. ആ നിമിഷം ഷായി ചേട്ടൻ എൻ്റെ പല്ലുകളിലൊന്ന് നോക്കിയിട്ട് എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചിരി വന്നിട്ട് എന്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഷായി ചേട്ടനും കൂടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷായി ചേട്ടൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ദേ മുറ്റത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം വെള്ളം വീണ് കഴിഞ്ഞാൽ മൊത്തം പൊങ്ങി കെട്ടത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് സെറ്റാക്കി എടുക്കണം, അത് മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഷായി ചേട്ടനും ഒന്ന് ചിരിച്ചു. നിന്റെ കെട്ടിയനെ തന്നെ വിളിച്ചു, അവന് വേറെ പണിയൊന്നുമില്ലല്ലോ, അവൻ വന്ന് ശരിയാക്കി തരട്ടെ, പിന്നെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ പോലെ ഒന്നും നോക്കുന്നില്ല, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാ നീ നോക്കുന്നത്, അവനെ വിളിച്ചിട്ട് നോക്കണം എന്ന് പറയണമെന്ന് ഷായി ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കും തോന്നി, വെറുതെ എന്തിനാ ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ചില സമയത്താണെങ്കിൽ എനിക്ക് ദേഷ്യം തോന്നും, ഇങ്ങനെ വിളിക്കത്തുമില്ല പറയത്തുമില്ല, പേരിനൊരാളെ മാത്രം എന്ന് എനിക്കും തോന്നി. അത് ഞാൻ ഷായി ചേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഷായി ചേട്ടൻ ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ആ ഒരു മാവിൽ നിന്നൊരു മാങ്ങ വീണ സമയത്ത് എനിക്കൊരു കൊതി തോന്നി. അപ്പോൾ തന്നെ ഷായി ചേട്ടനും അവിടേക്ക് നോക്കി. എന്താ മാങ്ങ നോക്കാണോ? അല്ല, ഞാനത് എടുത്തു വെക്കാറുണ്ട് എന്ന് മാത്രം പറയുമ്പോൾ ഷായി ചേട്ടൻ പറഞ്ഞു, അതിപ്പം പുഴുവായി കാണുടോ, വെള്ളത്തിലൊക്കെ വീണ് അലമ്പായതാണ്, അതിനെ എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഷായി ചേട്ടന് ആ ഒരു എടുത്തു വെച്ച് മാങ്ങ എടുത്ത് നീട്ടിക്കൊടുത്തു. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്, പിന്നെ എനിക്കെന്തായാലും അങ്ങനെ കഴിക്കലും കാര്യങ്ങളൊന്നുമില്ല, ഷായി ചേട്ടൻ തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ അത് ഒരു പുഞ്ചിരിയോടെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് കണ്ടിച്ചിട്ട് പകുതി എനിക്കെടുത്ത് തന്നു, താൻ കഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിത് നല്ലൊരു ഇഷ്ടം പോലെ തോന്നിയായിരുന്നു.
അങ്ങനെ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ മഴയെ നോക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ നിന്നുകൊണ്ടായിരുന്നു. ഈ ഒരു കഥയുടെ അവസാനമായിരുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ പറയുക. അടുത്ത ഭാഗം നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കഥയുമായിട്ട് വീണ്ടും കാണാം. അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത ഭാഗമാണെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.